നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അത് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുകയാണ്. സത്യത്തിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്. നേരത്തെ ജൂൺ മാസത്തിൽ ഒരു 12 ദിവസത്തെ യുദ്ധം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ യുദ്ധവും ഈ യുദ്ധവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ നേരത്തെ ഇസ്രായേൽ മാത്രമായിരുന്നു ഇറാനെ 12 ദിവസം ആക്രമിച്ചത്. ആ സമയത്ത് ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നു ഇറാൻ്റെ പ്രത്യാക്രമണം. ഇപ്പോൾ അമേരിക്കയും കൂടി ഈ യുദ്ധത്തിലുള്ളതിനാൽ ഇറാൻ തിരിച്ചടിക്കുകയാണ്. പക്ഷേ ഇറാൻ തിരിച്ചടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവിടെ അമേരിക്കൻ താവളങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ചടി നടത്തുന്നത്. ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ആക്രമണം നടത്തുന്നത് വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള എണ്ണ നീക്കങ്ങൾ നടത്തുന്നത് പ്രധാനമായും ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ആശങ്കയിലാണ്. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു ആശ്വാസകരമായ പ്രസ്താവന പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ഇനി ആക്രമണം നടത്തില്ല. ഇതറിയാതെ സംഭവിച്ചു പോയതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം എന്തായാലും ഇത്രയും ദിവസം നടന്നു. അത് ഈ പറയുന്ന അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടതിന് ശേഷം ഞങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പമുള്ളത് കാരണം സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ആക്രമണം നടന്നുപോയത്. അതിന് മാപ്പ് ചോദിക്കുന്നു. ഇനി സുഹൃത്ത് രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നാണ് ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് കേട്ട് ദുബായ് അടക്കമുള്ള വിമാനത്താവളങ്ങൾ തുറന്നു, വിമാന സർവീസുകളും ആരംഭിച്ചു. എല്ലാവരും ആശ്വസിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ആക്രമണം കഴിഞ്ഞ രാത്രി മുതൽ തന്നെ വീണ്ടും പുനരാരംഭിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും ശക്തമായ ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും സൗദി അറേബ്യയിലും എല്ലാം ഇറാൻ്റെ ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞടുത്തുകൊണ്ടേയിരിക്കുന്നു. പലതും ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചു കളയുന്നുണ്ട്. പക്ഷേ ചില അവശിഷ്ടങ്ങൾ വീണുള്ള ചില പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ സ്ഫോടനങ്ങൾ ഒക്കെ ഈ പറയുന്ന രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. എണ്ണ കിണറുകളെയും ഓയിൽ റിഫൈനറികളെയും വരെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ ജുഡീഷ്യറി തലവനായിട്ടുള്ള ഗുലാം ഹുസൈൻ മുസിനി വളരെ വ്യക്തമായി മറ്റൊരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇറാൻ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായ പ്രസ്താവനയാണ്. ഇറാൻ പ്രസിഡന്റിനെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്ക ഇനി ഞങ്ങളെ ആക്രമിച്ചാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇനിയും ആക്രമണം തുടരും. ഗൾഫ് രാജ്യങ്ങൾ, അതായത് ഞങ്ങളെ ആക്രമിക്കാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്നവരാണ്. അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ഞങ്ങൾക്ക് നേരെ ആക്രമണം നിൽക്കുന്നതുവരെ തുടരും എന്നാണ് ഈ ജുഡീഷ്യറി തലവൻ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അയത്തുള്ള ഖമീനി ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെട്ടു. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാൻ്റെ ഭരണം ഇപ്പോൾ കൈയാളുന്നത് ഒരു താൽക്കാലിക അല്ലെങ്കിൽ ഇടക്കാല ഭരണസമിതിയാണ്. ഈ ഇടക്കാല ഭരണസമിതിയിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളാണ്. ഇതേ ഭരണസമിതിയിൽ അംഗമാണ് ഈ പറയുന്ന ജുഡീഷ്യൽ തലവനായിട്ടുള്ള ഗുലാം ഹുസൈൻ മുസിനിയും. എന്ന് പറഞ്ഞാൽ ഇറാൻ ഭരണാധികാരികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ടാകുമെന്നും ആ സമ്മർദ്ദം കാരണം അവർ ആക്രമണം നിർത്തുമെന്നുമാണ് ഇറാൻ കരുതിയത്. പക്ഷേ ആ സമ്മർദ്ദം ഉണ്ടായില്ല. ഇറാൻ്റെ ആ തന്ത്രം അവിടെ പൊളിയുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ തന്ത്രം മാറ്റി കളിക്കുകയാണ് എന്നാണ് ഇന്നലെ എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു തന്ത്രമാറ്റമില്ല. ഇതേ തന്ത്രം തുടരുമെന്ന് തന്നെയാണ് ഭരണ വിഭാഗത്തിലെ മറ്റൊരു വിഭാഗം പറയുന്നത്. അതായത് ജുഡീഷ്യൽ തലവൻ പറയുന്നത് ആക്രമണം തുടരുമെന്ന് തന്നെയാണ്. പ്രസിഡന്റ് പറയുന്നത് ആക്രമിക്കില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ 2 തട്ടിലായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക ലക്ഷ്യം വെച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇറാൻ്റെ പതനം അത് ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ സൂചനയാണ് ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നാണ് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പറയുന്നത് ഇറാൻ്റെ വിപ്ലവസേന അനുസരിക്കുന്നില്ല, ആക്രമണം നടത്തുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആക്രമണം തുടരുന്നു. പക്ഷേ ജുഡീഷ്യൽ തലവനായ ഗുലാം ഹുസൈൻ മുസിനി പറയുന്നത് അക്ഷരം പ്രതി ഈ വിപ്ലവ സൈന്യം അനുസരിക്കുന്നുമുണ്ട്. അദ്ദേഹം ആക്രമണം തുടരുന്നു എന്ന് പറയുന്നു. ആ വാക്കാണ് ഇറാൻ്റെ വിപ്ലവ സൈന്യം കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇറാൻ തലപ്പത്ത് ഇറാനെ ഭരിക്കുന്നവർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടിരിക്കുന്നു. ഇറാൻ ഒറ്റ മനസ്സോടുകൂടിയല്ല ഇപ്പോൾ അവരുടെ ശത്രുവിനെ നേരിടുന്നത് എന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും വളരെ വ്യക്തമായി വായിച്ചെടുക്കാനും സാധിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.